16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്ക്. മെൽബൺ വേദിയിൽ വൈറലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. നിർണായക തീരുമാനത്തിനായി രാജ്യം കാത്തിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് കൊച്ചുകുട്ടികളുടെ കൈകളിൽ പോലും സ്മാർട്ട് ഫോൺ സാധാരണ കാഴ്ചയാണ്. പഠനത്തിനെന്ന പേരിൽ ഫോൺ കയ്യിലെത്തുമ്പോൾ പലരും എത്തിച്ചേരുന്നത് സോഷ്യൽ മീഡിയയുടെ ലോകത്തേക്കാണ്. എന്നാൽ ആ ലോകം എത്ര സുരക്ഷിതമാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ലോകമെമ്പാടും വലിയ ചർച്ചയാകുന്നത്. ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 14 മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികളിൽ ഏകദേശം 76% പേർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ ശതമാനം ഇതിലും കൂടുതലാണ്. കുട്ടികളുടെ മാനസികാരോഗ്യം, സ്വകാര്യത, ഓൺലൈൻ സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയരുന്ന സാഹചര്യത്തിൽ പല രാജ്യങ്ങളും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ ചരിത്രപരമായ തീരുമാനമാണ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങാൻ പോലും അനുവദിക്കില്ല എന്ന നിയമമാണ് ഓസ്ട്രേലിയ കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളുടെ പ്രവേശനം നിയന്ത്രിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഈ നിയമത്തിന് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തുറന്ന പിന്തുണയാണ് അറിയിച്ചിരിക്കുന്നത്. മെൽബണിൽ നടന്ന ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനൊപ്പം വേദി പങ്കിട്ട മോദി പറഞ്ഞത് ശ്രദ്ധേയമായി. കുട്ടികളെ സൈബർ ലോകത്തിലെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഓസ്ട്രേലിയ സ്വീകരിച്ച നടപടികളിൽ നിന്ന് ഇന്ത്യ ഒരുപാട് പഠിക്കുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സൈബർ ബുള്ളിംഗ്, ഓൺലൈൻ തട്ടിപ്പുകൾ, അപരിചിതരുടെ കെണികൾ, സോഷ്യൽ മീഡിയയുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന സ്വാധീനം എന്നിവയാണ് ഓസ്ട്രേലിയൻ നിയമത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. ഇതോടെയാണ് ഇപ്പോൾ ഒരു വലിയ ചോദ്യവും ഉയരുന്നത്. ഓസ്ട്രേലിയയെ പോലെ ഇന്ത്യയും 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുമോ? അതിന്റെ സൂചനകൾ ഇതിനോടകം തന്നെ ഇന്ത്യയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കർണാടക സർക്കാർ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാൻ നിയമ നടപടികൾ ആലോചിച്ച് തുടങ്ങിക്കഴിഞ്ഞു. സമാനമായ നീക്കത്തെക്കുറിച്ച് ആന്ധ്രാപ്രദേശ് സർക്കാരും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെ പ്രധാനമന്ത്രി തന്നെ ഓസ്ട്രേലിയൻ മാതൃകയെ പ്രശംസിച്ചതോടെ ഭാവിയിൽ രാജ്യവ്യാപകമായി സമാനമായ നിയമം വരുമോ എന്ന ചർച്ച ശക്തമാവുകയാണ്. ഇത്തരമൊരു നിയമം വന്നാൽ ഏറ്റവും വലിയ മാറ്റം അനുഭവപ്പെടുക കുട്ടികൾക്കും മാതാപിതാക്കൾക്കും തന്നെയാകും. കുട്ടികളുടെ ഓൺലൈൻ ജീവിതം കൂടുതൽ സുരക്ഷിതമാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. എന്നാൽ വിദ്യാഭ്യാസം, ആശയവിനിമയം, ഡിജിറ്റൽ പഠനം എന്നിവയെ ഇത് ബാധിക്കുമോ എന്ന ആശങ്കയും മറുവശത്തുണ്ട്. അതേസമയം മെൽബൺ വേദിയിൽ മോദിയുടെ മറ്റൊരു പരാമർശവും വലിയ കയ്യടി നേടി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് അദ്ദേഹം ഇന്ത്യയിലെ ഒരു പഴയ ചൊല്ല് ഉദാഹരിച്ചത്. സാധാരണ ഒന്നും കൂട്ടിയാൽ 2 പക്ഷേ ഒരു ഒന്നിനൊപ്പം മറ്റൊരു 1 ചേർന്നാൽ അത് 11 മാറും. ഇന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം അതുപോലെയാണ്. നമ്മുടെ സൗഹൃദം 2 11. ഈ വാക്കുകൾക്ക് സദസ്സിൽ നിന്ന് വൻ കയ്യടിയാണ് ലഭിച്ചത്. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാകുകയാണെന്നും പ്രധാനമന്ത്രി ഈ അവസരത്തിൽ വ്യക്തമാക്കി. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒരേയൊരു കാര്യമാണ്. ഓസ്ട്രേലിയയിൽ ആരംഭിച്ച കുട്ടികളുടെ സോഷ്യൽ മീഡിയ നിയന്ത്രണ നിയമം ഇന്ത്യയിലേക്കും വ്യാപിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ രാജ്യത്തെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഡിജിറ്റൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.